ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഞാനും കുഴപ്പമില്ലാതിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. ഇത് നിങ്ങൾ കാണാതിരിക്കരുത്. സ്ത്രീകൾക്ക് വേണ്ടി എന്ന് എന്നും പറഞ്ഞുകൊണ്ട് പുരുഷന്മാരും ആരും കാണാതിരിക്കരുത് കേട്ടോ. കാരണം സ്ത്രീകൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭർത്താക്കന്മാർ കണ്ടിട്ടല്ലേ കാര്യമുള്ളൂ. അവർ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മളെ വിലക്കും. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാര്യമാരെ, അതായത് അമ്മമാരെ ഇല്ലാത്ത വീടിൻ്റെ ഒരു അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. എൻ്റെ കുടുംബത്ത് അങ്ങനെ 2-3 പേരുണ്ട് ഭാര്യമാർ മരിച്ചിട്ട് ഭർത്താക്കന്മാരിരിക്കുന്നത്. അവരുടെ അവസ്ഥകളും വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളും ഈ വീഡിയോ കണ്ടിരിക്കണം. കണ്ടിട്ട് നിങ്ങളുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നമ്മുടെ ആരും ആയിക്കോട്ടെ, അമ്മയോ ആര് ചെയ്താലും ഇതങ്ങനെ ചെയ്യരുത് എന്നും പറഞ്ഞ് അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് നിങ്ങൾ മാറ്റിക്കളയുകയും ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാവരും കാണുക. പക്ഷേങ്കിൽ ഇത് സ്ത്രീകൾ പ്രത്യേകിച്ച് കാണണം എന്ന് പറഞ്ഞാൽ അവർക്കാണ് ഇതിൻ്റെ ദോഷവശങ്ങൾ ഉണ്ടാകുന്നത്. അവർക്ക് കണ്ണീരും കൈ വാറ്റിടത്തില്ല. പിന്നെ മരണം വരെ ഇവരെ തേടിയെത്താം. പിന്നെ മനസ്സിൽ എപ്പോഴും ഒരു മരണഭയം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. എനിക്ക് അകാരണമായ ഒരു പേടി വരും. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പനി വന്നാൽ, അല്ലെ വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, അയ്യോ എനിക്ക് ക്യാൻസറാണോ, അല്ലെ എനിക്ക് വേറെ എന്തെങ്കിലും അസുഖമാണോ, ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ വീട്ടിലുള്ളവർ എന്ത് ചെയ്യും, എനിക്കിനി ആയുസില്ല. ഇങ്ങനെയുള്ള എല്ലാം ഒരു മരണഭയം ഇവർക്കുണ്ടാകും. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ കിടന്നുറങ്ങുമ്പോൾ തെക്ക് വടക്ക് നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. തെക്ക് വശമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിന്ദുക്കളുടെ നിയമം അനുസരിച്ച് തെക്ക് വശത്താണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടക്കം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തെക്ക് ഇപ്പം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഹൈറേഞ്ച് കോട്ടയം മേഖലയിലോട്ടൊക്കെ ഭൂരിപക്ഷം അടക്കം ചെയ്യുന്നത്. നമ്മൾ ക്രിസ്ത്യൻസൊക്കെ ഇങ്ങനെ അടക്കുകയല്ലേ എന്ന് പറഞ്ഞവർക്ക് 6 അടി കുഴിയെടുത്ത് അതിലടക്കം ചെയ്യുക. ഇപ്പോഴാണ് എല്ലായിടത്തോട്ടും ദഹിപ്പീരായത് എന്ന് പറഞ്ഞവർക്ക് ഈ തെക്ക് വശത്താണ് നമ്മൾ ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് തെക്ക് വശം. അതെപ്പോഴും ഒരു പുണ്യസ്ഥലമായിട്ടാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ അലുകുലുത്തുകളോ വൃത്തികേടുകളോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ പ്രത്യേകിച്ച് അവിടെ എപ്പോഴും അടിച്ചും വാരിയും ശുദ്ധ വൃത്തിയായിട്ട് തന്നെയാണ്. കഴിയുമെങ്കിൽ നമ്മുടെ ഈ ചാണകമില്ലേ, ചാണകപ്പാലിൽ ഇങ്ങനെ മുക്കി തളിച്ച് നമ്മൾ ശുദ്ധ വൃത്തിയായിട്ടിടണം. അതുപോലെ തന്നെ പീരിയഡ്സ് ആയിരിക്കുന്നവരാരും അവിടെ ഈ തെക്ക് വശത്ത് നമ്മൾ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങോട്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു 4 ദിവസം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന വലിയ കാലാവധിയൊന്നും അല്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മെയിൻ വാതിൽ, അതായത് ഫ്രണ്ട് വാതിൽ ഒരു കാരണവശാലും തെക്കോട്ട് വെക്കരുത്. തെക്കോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്ത്രീയുടെ തല തെക്കോട്ട് തന്നെ പോകും. അതുകൊണ്ട് പിന്നെ അഥവാ നിങ്ങൾക്ക് സൗകര്യമില്ലാതെ ഇങ്ങനെ വെച്ചിട്ടുള്ളവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ ഡോറിൻ്റെ, അതായത് അകത്തുനിന്ന് ചെയ്യരുത്, ബാക്കി വശത്തുനിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടച്ചു കഴിയുമ്പോൾ, ഇങ്ങനെ കതക് ഡോർ അടച്ചു കഴിയുമ്പോൾ ഇതില്ലേ ഫ്രണ്ട് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നവരെ ഈ കുത്തുപണിയൊക്കെ ഉള്ള ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യണമെന്നറിയാമോ, ഈ ചെറിയ മിറർ കിട്ടും. അതായത് ചെറിയ കുഞ്ഞ് റൗണ്ട് കണ്ണാടി, അതോ അല്ലെ ആലില ഷേപ്പുള്ള കണ്ണാടി ചെറിയത് കിട്ടും. ചെറുത്, തീരെ ചെറുത്. ചിലരുടെ കണ്ണാടിയുടെയൊക്കെ മിററിൽ അകത്തൊരു ചെറിയത് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കും. അതുപോലെ ഒരെണ്ണം നമ്മൾ ഈ തെക്ക് വശം ദർശനമാക്കി ഒട്ടിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ്, നമ്മൾ തെക്കോട്ട് ജനലുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഈ തെക്കോട്ട് ജനലുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ, ഈ ജനലിൻ്റെ ഏതെങ്കിലും ഒരു മൂൾ വശത്തു നിന്നുള്ള മൂല സൈഡില്ലേ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഒരു ചെറിയ മൂല, ആ മൂല സൈഡിൽ നമുക്കിപ്പം മേടിക്കാൻ കിട്ടും ചെറിയ സെല്ലോ ടേപ്പില്ലേ, ആ സെല്ലോ ടേപ്പ് ഈ ഗ്ലാസ് പൊട്ടിയത് മാതിരി നമ്മൾ അടയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു വെച്ചേക്കുക. എന്നുവെച്ചിട്ട് ഈ ജനലുണ്ടല്ലോ എപ്പോഴും ഒന്നും നിങ്ങൾ തുറന്നിടാൻ ദൈവത്തെ ഓർത്ത് നിൽക്കരുത്. അഥവാ നിങ്ങൾക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തുറന്നു ഒരു 11:15 തന്നെ നിങ്ങൾ ഈ തെക്ക് വശത്തോട്ടുള്ള ജനൽ അടച്ച് കളഞ്ഞേക്കണം കേട്ടോ. പിന്നെ ഇത് തുറക്കരുത്, പിറ്റേ ദിവസം രാവിലെ തുറക്കാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ തെക്ക് വശത്ത് രാത്രിയിൽ ഒരു 11:00 ശേഷം പെണ്ണുങ്ങളാരും ഇറങ്ങി ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കരുത്. അടക്കം ചെയ്താലും അടക്കം ചെയ്തില്ലേലും നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കരുത്. ചിലർക്കുണ്ട് ഈ സ്ഥലവും കാലവും ഒന്നും നോക്കത്തില്ല. മീനാണെങ്കിലും വെട്ടി കഴുകി വെള്ളം അങ്ങോട്ട് ഒഴിക്കും, ഇറച്ചി കഴുകി വെള്ളം ഒഴിക്കും, പല്ല് തേച്ച് തുപ്പി അങ്ങോട്ട് ഒഴിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറയാം,
ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. നമ്മുടെ കുടുംബത്തിന് ഭയങ്കര ദോഷമാണ്. നമ്മൾ ചിലപ്പം പറയത്തില്ല, എന്താണെന്നറിയത്തില്ല, അതേത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാവരുടെയും വീടിനുണ്ട് ഈ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്ക് വശമൊക്കെ ഉണ്ട്. അവരും ഈ വീട് വെക്കുമ്പോൾ രഹസ്യത്തിലാണ് എല്ലാവരും. ക്രിസ്ത്യൻസ് ഇപ്പം നാൾ വരെ നോക്കും, എല്ലാവരും എല്ലാ രഹസ്യത്തിലും ഒതുക്കത്തിലും ചെയ്യത്തുള്ളൂ. ഇവരും ഈ വാസ്തുവൊക്കെ നോക്കുന്നവരൊക്കെ തന്നെയാണ്, അല്ലാണ്ട് ചുമ്മാതൊന്നും ചെയ്യത്തില്ല. അച്ഛൻ വന്ന് കല്ല് വെച്ചെന്നൊക്കെ പറയും. പക്ഷെ ഇതിനൊക്കെ എത്രയോ ദിവസം മുമ്പ് എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യുന്നവർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരാണെങ്കിൽ പോലും ഈ ഒരു വശം ഉണ്ടല്ലോ ഒന്ന് വൃത്തിയാക്കിയിട്ടേരെ കാര്യം. അവരവിടെ അടക്കം ചെയ്യാനോ പിടിക്കാനോ ഒന്നും പോകുന്നില്ല, വിശ്വാസമില്ല. പക്ഷെങ്കിലുണ്ടല്ലോ ഇങ്ങനെ നോക്കിക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കടബാധ്യതകളും എല്ലാം മാറും. ഇല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് മാറാൻ പോകുന്നില്ലെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയാം. അറിയാം, ആ രോഗങ്ങളും ദുരിതങ്ങളും മാറത്തില്ല, കടബാധ്യതകളും ഉണ്ട്. എത്ര സാമ്പത്തികം ഉള്ളവരാണെങ്കിലും എന്തെങ്കിലും അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളുണ്ടല്ലോ ഈ തെക്ക് വശത്ത് പാവലില്ലേ, പാവൽ നടാൻ കൊള്ളത്തില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് നാരകവും നാരിയും ഒന്നിച്ചോരിടത്തും കൊള്ളത്തില്ല. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തോ. നാരി എന്ന് പറയുന്ന സ്ത്രീകളെയാകട്ടോ, ഈ തെക്ക് വശത്ത് പ്രത്യേകിച്ച് നാരകവും പാവലും നട്ടുപോയേക്കത് നിങ്ങൾ. ആ സമയത്ത് ഒരു തെങ്ങിൻ തൈ ആയിക്കോട്ടെ കുഴപ്പമില്ല, വാഴ കുഴപ്പമില്ല, പിന്നെ ചേമ്പും കൊള്ളത്തില്ല കേട്ടോ. ചേമ്പും കൊള്ളത്തില്ല, ചേനയും കൊള്ളത്തില്ല. എന്നാൽ പോലും നമുക്ക് സ്ഥലമില്ലെങ്കിൽ അത് ചേനയോ ഒന്നും നട്ടാൽ നമുക്കൊരാളെ അടക്കം ചെയ്യാൻ നേരത്ത് നമുക്കിത് പറിച്ചു മാറ്റി കളയാം, സ്ഥലമില്ലെങ്കിൽ. എന്തും ആയിക്കോട്ടെ, പാവലും നാരകവും ഒക്കെ മറിച്ചു മാറ്റാം. എന്നാൽ പോലും ഏറ്റവും ദോഷം ഈ പാവലും നാരകവും നടന്നതാണ്, ഏറ്റവും കൊള്ളിയാലാത്ത. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ തെക്ക് വശത്ത് അടുപ്പ് ഇങ്ങനെ തെക്കൂന്നിങ്ങനെ ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഈ ഒരു ഭാഗം തെക്കാന്ന് കൂട്ടിക്ക്, ഈ ഒരു ഭാഗം തെക്ക്, അവിടെ നിന്ന് ഇങ്ങനെ തെക്കൂന്നിങ്ങനെ അടുപ്പ് ദർശനം കിഴക്കോട്ടാക്കിയാലും കൊള്ളത്തില്ല കേട്ടോ. സ്ത്രീകൾക്ക് ആയുസ് കുറയുമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ നമുക്ക് സൗകര്യമില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അഥവാ ഇങ്ങനെ അടുപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീ ചാരം മൂടിക്കിടക്കാൻ സമ്മതിക്കരുത്. നമുക്കിപ്പോൾ സൗകര്യമില്ല, തീ ചാരം മൂടിക്കിടക്കാതെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ ഉടനെ ഈ ചാരവും തീയും വലിച്ച് വെള്ളം ഒഴിച്ച് കെടുത്തി നമ്മൾ കളഞ്ഞേക്കണം. സ്ഥലം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്യരുത് കേട്ടോ. നമ്മളെപ്പോഴും കിഴക്ക് വശത്തുനിന്ന് കിഴക്കോട്ട് തന്നെ വേണം അടുപ്പ് വയ്ക്കാനായിട്ട്. പിന്നെയുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സന്ധ്യാസമയത്ത് നമ്മളിവിടെ മുടി അഴിച്ചിട്ട് ചടക്കം ചെയ്തിട്ടുണ്ട്, മുടി അഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കരുത്. എന്നുവെച്ചാൽ വിളക്ക് കത്തിക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയത്തൊന്നും ഇത് കൊള്ളത്തില്ല. ഇപ്പോഴുള്ള ജനറേഷനിലെ പിള്ളേരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവർക്കൊന്നും ഒരു വിശ്വാസവും. ചിലയിടത്ത് ഞാൻ എത്രയോ സ്ഥലത്ത് ഈ കഴിഞ്ഞിടത്തും അറിയാൻ സാധിച്ചു, സ്ത്രീകൾ വാഴാത്തത്, ഒരു കുടുംബത്തിൽ സ്ത്രീകൾ തുടരെ മരണം സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. അത് വേറൊന്നുമില്ല, എൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിലും ഈ പറഞ്ഞതുപോലെ ഒരാൾ ആദ്യമേ മരിച്ചു. അത് കഴിഞ്ഞൊരു 1.5-2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത ആൾ പോയി, അത് കഴിഞ്ഞ് അടുത്ത ആൾ പോയി, ഇങ്ങനെ തന്നെയാണ് പോയത്. അതായത് അവർക്ക് അറ്റാക്കായിരുന്നു. ആ വീട്ടിലിപ്പം അവശേഷിച്ചേക്കുന്ന ഒരാളാണ്, അതും അവിടുത്തെ ഏറ്റവും ഇളയ ആളാണ്, ആങ്ങളെയാണ് ഒരാൾ അവശേഷിച്ചേക്കുന്നത്. അപ്പോഴിങ്ങനെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്, അപ്പം നിങ്ങൾ ആ വാസ്തുവിൻ്റെ പ്രശ്നം മാറ്റണമെന്ന് പറഞ്ഞു. അതാ പറഞ്ഞ സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും വലുതായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ തെക്ക് വശം എപ്പോഴും വൃത്തിയും വെടുപ്പും ഉള്ളതാക്കിയിട്ടിട്ട്, വലിയ പണിമുടക്കൊന്നുമില്ല, എന്നും അതങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും. സ്ത്രീകളുടെ ആയുസ്സിനാണ് കേട്ടോ കുഴപ്പം. അതല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ രോഗിയായിട്ട് വർഷങ്ങളോളം കിടന്നു പോകും. കിടന്നു പോകും. നമ്മുടെ കുടുംബത്തൊരാൾ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനത് പറയാത്തത്. അപ്പം ഞങ്ങളെപ്പോഴും വരുകയും കാണുകയും എടുക്കുകയും ചെയ്യുമ്പം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ്. അതൊന്നും അവർക്കൊരു പുല്ലു വില എടുക്കത്തില്ലായിരുന്നു. ഓരോ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് നിങ്ങളിത് പ്രത്യേകമായിട്ട് ഇത് ഓർക്കാനായിട്ടിരിക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഈ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയാണ്. ആ കന്നിമൂല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് കന്നിമൂല, അവിടെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ വലിച്ചു നീട്ടി നമ്മൾ ആ കാര്യം വീണ്ടും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. പിന്നെ എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ട്, അടുത്ത കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ. പിന്നെ നാളിൻ്റേത് ചേച്ചി പെൻഡിങ് വെച്ചേക്കുവാന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം ശരിയാണ്, നാളിൻ്റേത് പെൻഡിങ് വെച്ചേക്കാണ്. അപ്പോൾ ഓരോന്ന് വരുമ്പോൾ നമ്മൾ ഓരോന്നങ്ങ് പറയുന്നു. അപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ബാക്കി നാളിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്
മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.